ഒരു വീട് വയ്ക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ഒരു സ്വപ്നം തന്നെയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വീടുകളും വില്ലാസും ഫ്ലാറ്റുകളും നിർമ്മിച്ചു നൽകുവാൻ സന്നദ്ധരായ ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനികൾ ധാരാളമായിട്ടുണ്ട്. ഇത്തരം കമ്പനികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനി തന്നെയാണ് SPB ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ എന്നുള്ളത്. വിയ്യൂരിലെ കൂറ്റൻ വില്ല പ്രൊജക്ട് ഉൾപ്പെടെ ഇന്ന് തൃശൂരിൽ തല ഉയർത്തി നിൽക്കുന്ന കൂറ്റൻ ബഹുനില കെട്ടിടങ്ങൾ പലതും SPBയുടേതാണ്. ബാംഗ്ലൂർ L&Tയിൽ സൈറ്റ് സൂപ്പർവൈസറായിരുന്ന K. സുഭാഷ് നായർ പിതാവായ പുതുമന ഭാസ്കരൻ നായരുടെ സ്മരണാർത്ഥമാണ് SPB കൺസ്ട്രക്ഷൻസ് ആൻഡ് കോൺട്രാക്ടേഴ്സ് എന്ന സ്ഥാപനത്തിന് തുടക്കമിടുന്നത്. ശ്രീ പുതുമന ഭാസ്കരൻ കൺസ്ട്രക്ഷൻസ് ആൻഡ് കോൺട്രാക്ടേഴ്സ് എന്ന സ്ഥാപനം അതിവേഗം ജനഹൃദയങ്ങൾ കീഴടക്കുകയായിരുന്നു. വെറും 3 ജീവനക്കാരുമായി തീർത്തും എളിയ നിലയിൽ പ്രവർത്തനം ആരംഭിച്ച SPBക്ക് ഇന്ന് 50ഓളം ജീവനക്കാരും 6 ഓഫീസുകളും ഉണ്ട്. ഞങ്ങളുടെ ഈ ഓർഗനൈസേഷൻ വിശ്വസിക്കുന്ന ഒരു തലം എന്ന് പറയുന്നത്, നമുക്കറിയാം പലപ്പോഴും വലിയ തരത്തിലുള്ള കോൺട്രാക്റ്റിംഗ് ചെയ്യുന്ന L&T അല്ലെങ്കിൽ SPCL എന്നുള്ള വലിയ ഓർഗനൈസേഷനുണ്ട്, കോൺട്രാക്റ്റിംഗ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. നമുക്കറിയാം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പലതരത്തിലുള്ള ബിൽഡേഴ്സ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം ശോഭ എന്ന് പറയുന്ന ഒരു ബിൽഡറാണ്. അങ്ങനെ പല ബിൽഡേഴ്സ് ഉണ്ട്. പക്ഷേ ഒരു പ്രത്യേക സെഗ്മെൻറ്റിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3000 സ്ക്വയർ ഫീറ്റ് തൊട്ട് ഒരു 15,000, 20,000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള കൺസ്ട്രക്ഷൻസ് ചെയ്തു കൊടുക്കാനായിട്ട് വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു ടീമിൻ്റെ അഭാവം ഇന്ന് കേരളത്തിലായിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ നമ്മുടെ കമ്പനിയെ തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വളരെ ചെറിയൊരു കാലഘട്ടം കൊണ്ട് തന്നെ അത് വളരെ വ്യക്തമായ ഒരു ലീഡ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. ആർക്കിടെക്റ്റായ സൗമ്യ സുഭാഷ് ഭർത്താവിന്റെ എല്ലാ ചുവടുകൾക്കും ഒപ്പമുള്ളതാണ് ഈ സ്ഥാപനത്തിനെ അതിവേഗം വളർച്ചയിലേക്ക് നയിച്ചത്. ഏകമകൾ അനുശ്രീ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സഹോദരൻ രതീഷ് നായർ SPBയുടെ പർച്ചേസ് മാനേജറാണ്. മാതാവായ സുമതി അമ്മയുടെ സ്നേഹസാന്നിധ്യവും SPBയുടെ മുതൽക്കൂട്ടാണ്. സൗമ്യ SPBയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണല്ലോ. അപ്പോൾ ആ ഒരു മാനേജിംഗ് ഡയറക്ടർ എന്ന ഒരു സുഭാഷിൻ്റെ ആ ഒരു പ്രവർത്തനം, വീട്ടിലെ ഒരു രീതികളും എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വർക്കിലാള് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പക്ഷെ വീട്ടിലങ്ങനെ ഹസ്ബൻഡ് എന്ന നിലയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അതെ, എല്ലാം നല്ല ഫ്രീ ആയിട്ടാണ്. ഞാനിവിടേക്ക് ഓഫീസിലേക്ക് ഞാൻ റെഗുലറായിട്ട് ഇല്ല, അങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും വരുള്ളൂ. സ്ട്രിക്റ്റായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ചെയ്യണമെന്ന് ആൾക്ക് ഭയങ്കര നിർബന്ധമാണ്. അതിൽ ഉഴപ്പാനൊന്നും പാടില്ല. അപ്പോൾ വൈഫും ഇല്ല, ഒന്നും ഉണ്ടാവില്ല ഇവിടെ. അതെ, അത്രേ ഉള്ളൂ. അയ്യന്തോളിൽ 60,000 സ്ക്വയർ ഫീറ്റ് ഉള്ള മൾട്ടി ലക്ഷറി അപ്പാർട്ട്മെന്റ് SPBയുടെ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ്. 6 നിലകളിലായി ഉയരുന്ന ഈ മനോഹര മന്ദിരം SPBയുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിന് ഉദാഹരണമാണ്. സുഭാഷ് K. നായർ എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന് ഒരു 3 വർഷം മുന്നെയാണ് അദ്ദേഹത്തിനെ പരിചയപ്പെടാൻ എനിക്ക് സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് L&Tയിലായിക്കോട്ടെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കോൺഫിഡൻറ്റിലായിക്കോട്ടെ, അസറ്റോംസിൽ നിന്നാണ് അദ്ദേഹത്തിന് എനിക്ക് പരിചയപ്പെടാൻ എന്ന് സാധിച്ചത് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സിൻസിയാരിറ്റി, വർക്കിനോടുള്ള ഒരു സിൻസിയാരിറ്റി, അതേപോലെ തന്നെ ഹാർഡ് വർക്ക് മെൻറ്റാലിറ്റി, അപ്ഡേറ്റ് ചെയ്യാനുള്ള ഡേ ബൈ ഡേ ഈ ഒരു ഇൻഡസ്ട്രിയിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ആ ഒരു അത്രയും സെൻസിറ്റീവായിട്ടുള്ള പോയിൻറ്റ്സ് പോലും അദ്ദേഹം അത് എടുത്ത് അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാനതിൽ അഭിമാനം കൊള്ളുന്നു. കാരണം പല രീതികളിലും ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പല കാര്യങ്ങളിലും അദ്ദേഹം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. തൃശൂരിൽ മാത്രം 23 പ്രൊജക്ടുകൾ ഷെഡ്യൂൾ ചെയ്തതിനേക്കാൾ 3 മാസം മുൻപ് പൂർത്തീകരിച്ച് SPB മികവ് കാട്ടിയിട്ടുണ്ട്. 3 വർഷങ്ങൾക്കിപ്പുറവും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനായി ഇപ്പോഴും ഈ പ്രൊജക്റ്റുമായി സുഭാഷ് നായർ മികച്ച ബന്ധം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. പൂർത്തീകരിച്ച ഈ 23 പ്രൊജക്റ്റിലെ കസ്റ്റമേഴ്സുമായി
സുഭാഷ് ഇപ്പോഴും മികച്ച ബന്ധമാണ് കാത്തുസൂക്ഷിക്കുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറത്തിന്റെ 2015 അവാർഡും മലയാളം ന്യൂസ് നെറ്റ്വർക്സിന്റെ 2015 ബിസിനസ് എക്സലൻസി അവാർഡും സുഭാഷ് കെ നായർക്കായിരുന്നു. 2014 മലയാളശ്രീ അവാർഡും SPB സ്വന്തമാക്കിയിട്ടുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികൾ SPBയുടെ ഉപഭോക്താക്കളാണ്. അത്യാധുനിക മെഷീനറികൾ സ്വന്തമായുള്ള SPB ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന അപൂർവം നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ്. ബിൽഡർമാർ ഏറെയുള്ള കേരളത്തിൽ കൺസ്ട്രക്ഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന വൻ ഗ്രൂപ്പുകൾ അപൂർവമാണ് എന്നത് SPBയെ വേറിട്ടതാക്കുന്നു. SPBയുടെ അയ്യന്തോളിലെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി കൺട്രോൾ ലാബിൽ സിമന്റ് ഉൾപ്പെടെ എല്ലാ നിർമ്മാണ സാമഗ്രികളും വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം മാത്രമേ സൈറ്റിലേക്ക് അയക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ വർക്കും ഉന്നത നിലവാരം ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ പറയുന്ന കാലയളവിനുള്ളിൽ പണി പൂർത്തീകരിച്ച് താക്കോൽ നൽകണമെന്ന കാര്യത്തിൽ സുഭാഷിന് കടുത്ത നിർബന്ധമുണ്ട്. 8589008027 എന്ന നമ്പറിലേക്ക് 24 മണിക്കൂറും കസ്റ്റമേഴ്സിന് വിളിക്കാവുന്നതാണ്. 2 ദിവസത്തിനകം പ്രസ്തുത പരാതി പരിഹരിക്കണം എന്നത് SPBക്ക് നിർബന്ധമുള്ള കാര്യമാണ്. SPB ഇന്ന് ISO 9001-2008 സർട്ടിഫൈഡ് കമ്പനിയാണ്. 23 കൂറ്റൻ പ്രൊജക്ടുകൾ പൂർത്തീകരിച്ച കമ്പനി ഈ വർഷം 14 പ്രൊജക്ടുകൾ ഇന്ത്യയിലും UAEയിലുമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മികച്ച ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുന്നതിനാൽ ഏറ്റവും ഉന്നതമായ ഗുണനിലവാരമാണ് SPB ഉറപ്പുവരുത്തുന്നത്. നമസ്കാരം. എല്ലാ മനുഷ്യരുടെയും മനസ്സിലെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായൊരു വീട് എന്നുള്ളത്. ആ വീട് ആകർഷകമാക്കുന്നതിനും മനോഹരമാക്കുന്നതിനും എത്ര പണം വേണമെങ്കിലും ചിലവാക്കും. എന്നാൽ ആ വീട്ടിൽ സമാധാനത്തോടെ ഉറങ്ങുക എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനം. പഴമക്കാർ പറയാറുണ്ട്, ഒരു വീട് നിർമ്മിക്കുക എന്നത് കഷ്ടകാല സമയത്താണ് എന്ന്. അത്രയ്ക്കും അലച്ചിലുകളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന ഒരു സമയം തന്നെയാണ് വീട് നിർമ്മിക്കുന്ന ആ സമയം. എന്നാൽ ഇന്ന് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് വീടുകളും ഫ്ലാറ്റുകളും വില്ലാസും ഒക്കെ നിർമ്മിച്ചു നൽകാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട്. അത്തരം സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം തന്നെയാണ് SPB കോൺട്രാക്ടേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനി. SPB കോൺട്രാക്ടേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ MD ശ്രീ സുഭാഷ് കെ നായരാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ചെറിയൊരു മേഖല വളരെയധികം പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇതിലേക്ക് താങ്കൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇന്ന് 2 രാജ്യങ്ങളിലായി, ഇന്ത്യയിലും UAEയിലുമായും കേരളത്തിൽ തന്നെ വിവിധ ജില്ലകളിലായിട്ട്, ഒട്ടുമിക്ക ജില്ലകളിൽ തന്നെ താങ്കളുടെ സ്ഥാപനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്. ഈ ഒരു നിലയിലേക്ക്, ഈ 3.5 വർഷത്തിനുള്ളിൽ ഈ ഒരു നിലയിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളിലുള്ള ഒരു വിശ്വാസ്യത, ജനങ്ങൾക്ക് താങ്കളിലുള്ളൊരു വിശ്വാസ്യത അത് പ്രധാനം തന്നെയാണ്. ആ ഒരു വിശ്വാസതയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ സാധിച്ചത്? അതായത് ഞാൻ അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ 2012-2013 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വിഷൻ ഉണ്ടായിരുന്നു. ഒരു വിഷനോട് കൂടിയിട്ടാണ് ഈ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിനു മുമ്പേ ഞാൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഒരു 10-12 വർഷത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറാണ് ഞാൻ. അപ്പോൾ എനിക്കറിയാം ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ എന്തൊക്കെ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്ന് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടിയിട്ട് ഒരു കാൽക്കുലേഷനോട് കൂടിയിട്ടാണ് ഈ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ നമ്മളൊരു സുപ്രഭാതത്തിൽ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അതിന് വെൽ പ്ലാൻഡ് ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലോട്ട് പോകുകയാണെങ്കിൽ 3 എംപ്ലോയീസ് ആയിരുന്നു വന്ന് SPBയുടെ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നത്. ഞാൻ ഉൾപ്പെടെ 3 എംപ്ലോയീസ്. അപ്പോൾ
ഇതൊരു ചെറിയൊരു ഓഫീസിൽ നിന്ന് നമ്മൾ തുടങ്ങി, കുറുക്കഞ്ചേരി എന്നുള്ള ഒരു ഓഫീസിൽ നിന്നാണ് നമ്മുടെ തുടക്കം. അപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമുക്കുണ്ടായിരുന്ന ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നൊരു ഇൻഡസ്ട്രി ആർക്കും ചെയ്യാം. അതായത് ഇന്നത്തെ ഏതൊരാൾക്കും കുറച്ച് ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് കൺസ്ട്രക്ഷൻ എന്ന് വിശ്വസിക്കുന്ന ഒരു ധാരണയുണ്ടായിരുന്നു ഇവിടെ. എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നമ്മൾ സാധാരണ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പ്രൊഫഷണലിസം മാറിയാണ്. ഒരു കൺസ്ട്രക്ഷൻ ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡിവിഷൻസ് കാണാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാറ്റിനും നമ്മൾ ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ നമ്മൾ വളരെ പ്രൊഫഷണലായിട്ട് ഒരു IT മേഖലയിലോ പോലെ പ്രവർത്തിക്കാൻ പറ്റണം. എൻ്റെ ഓർഗനൈസേഷൻ അങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മൾ SPB എന്ന് പറയുന്ന ഓർഗനൈസേഷൻ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ പ്രതിസന്ധികളുണ്ടായിരുന്നു. ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 42ഓളം കൺസ്ട്രക്ഷൻ കമ്പനി ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഇല്ലാതെ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പച്ച പിടിക്കാൻ പറ്റില്ല, നമുക്ക് നിലനിന്ന് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടലി നമ്മൾ ചെയ്യുന്നത് വളരെ ഡിഫറൻ്റ് ആയിരിക്കണം. എന്നാൽ ഇപ്പോൾ എന്നെ ഒരു പ്രൊജക്റ്റ് ഒരാളെ ഏൽപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ A to Z കാര്യങ്ങൾ SPB ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റുകളുടെ കാര്യങ്ങളും, അതായത് SPBക്ക് ഒരു പ്രൊജക്റ്റ് ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാൻഡ് സർവേയിൽ നിന്ന് തുടങ്ങിയിട്ട്, അതായത് ലാൻഡ് സർവേ നമ്മൾ ചെയ്യും, അതിൻ്റെ ഡിസൈൻ, ഡ്രോയിങ്സ്, വാസ്തു, അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ മെയിൻ്റനൻസ്, ഇൻറ്റീരിയർ, ഇതെല്ലാം ഉൾപ്പെടെ ഫുൾ പാക്കേജായിട്ട് ആ വർക്ക് ഒരു 10 key പ്രൊജക്ട്സ് എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഡ്രോയിങ് ചെയ്യാനുള്ള ആർക്കിടെക്റ്റ് വേണം, ഇൻറ്റീരിയർ ഡിസൈനർ വേണം, എൻജിനീയറിംഗ് വിങ് വേണം. അപ്പോൾ അങ്ങനെ എല്ലാ വിങ്ങും കൂടി യൂണിറ്റുകളാക്കി തിരിച്ചിട്ടാണ് SPB എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇന്ന് ഈ ലെവലിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പടി എന്ന് പറയുന്ന, അപ്പോൾ ഇതാണ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ SPBക്കുള്ള ഒരു ഡിഫറൻസും. വേറെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്കും ഇത് അവകാശപ്പെടാനായിട്ട് ഉണ്ടാവില്ല. കാരണം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതുപോലെ അക്കൗണ്ട്സ്, HR ഡിപ്പാർട്ട്മെൻറ്റ്, കസ്റ്റമർ കെയർ, മെയിൻ്റനൻസ്, മെക്കാനിക് ആൻഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ഡിവിഷൻ, സേഫ്റ്റി, ഇത്രയും ഡിവിഷൻസ് ഉണ്ട്. യെസ്, ഇതെല്ലാം അണ്ടർ SPB ആണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ട് തന്നെ നമ്മളെ സമീപിക്കുന്ന ഒരു കസ്റ്റമർ 100% സാറ്റിസ്ഫൈ ആയിരിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ എഞ്ചിനീയർ വിങ്ങിനോടും പറയുന്നുണ്ട്, കസ്റ്റമർ കെയറിനോടും വിങ്ങിനോടും പറയുന്നുണ്ട്. എൻ്റെ ക്ലയൻസ്, അത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ 23 പ്രൊജക്റ്റ് SPB ഹാൻഡ് ഓവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 19ഓളം പ്രൊജക്ട്സ് ഇപ്പോൾ റണ്ണിങ്ങിലുണ്ട്. ഈ 19 പ്രൊജക്ട്സിലെ ക്ലയൻസുകളും എന്നെ വിളിക്കുന്നത് വല്ലപ്പോഴുമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം 1-2 കാര്യങ്ങളാണ്. ഒന്ന്, എന്നെ വിളിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് സാധാരണ ആളുകളിൽ. എന്നെ വിളിച്ചിട്ട് കാര്യമില്ല വെച്ചാൽ അത്രയും പോക്കാണെന്നുള്ള അർത്ഥം. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ഗോയിങ് വെരി വെൽ. പിന്നെ നമ്മളൊരാളെ ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. SPBയെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം വളരെ കൃത്യമായിട്ട് പോകുന്നുണ്ട്. എന്നെ അറിയേണ്ട കാര്യമില്ല. ചില കസ്റ്റമേഴ്സിന് എന്നെ അറിയില്ല, ഓർഗനൈസേഷനെ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ ഓരോ വിങ്ങും ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ അത് വളരെ വൃത്തിയോട് കൂടിയിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആ ഒരു വിശ്വാസം ക്ലയൻറ്റിലേക്ക് എത്തിയപ്പോഴാണ് തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്ന് കോട്ടയവും, കോട്ടയത്ത് നിന്ന് കൊച്ചിയും, കോയമ്പത്തൂരും, UAEയും ഇങ്ങനെയെല്ലാം നമുക്ക് പോകാനായിട്ട് പറ്റിയത്. താക്കോൽ ദാനത്തിന് ശേഷം ഏകദേശം 1 വർഷം, 1 ഇയർ ഒരു ഗ്യാരണ്ടി ആയിട്ട് എന്ത് മെയിൻ്റനൻസ് വന്നാലും അത് ഫ്രീ ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു കൺസ്ട്രക്ഷൻ കമ്പനികളും നൽകാത്തൊരു കാര്യം തന്നെയാണ്. അത് എന്തൊരു ഉറപ്പിൻ്റെ പേരിലാണ്, എന്ത് വിശ്വാസത്തിൻ്റെ പേരിലാണ് താങ്കൾ ഇങ്ങനെ ഒരു ഉറപ്പ് നൽകുന്നത്? ഇത് ഈ ഒരു 1 ഇയർ മെയിൻ്റനൻസ് എന്നുള്ള പ്രോസസ്സിങ് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ എൻ്റെ അഡ്വൈസറി ബോർഡ് ഉണ്ട്. നമുക്ക് SPBക്ക് 2 അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സുണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, സാറേ ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കേസല്ലേ ഈ 1 ഇയർ മെയിൻ്റനൻസ് എന്നുള്ളൊരു പരിപാടി? ഞാൻ അവരോട് ധൈര്യസമേതം പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടുമില്ല. വി ആർ യൂസിങ് എ ഗുഡ് പ്രോഡക്റ്റ്, ഗുഡ് ബ്രാൻഡ്. നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ്? ഗോദ്രേജിൻ്റെ ലോക്ക്, ഫിനോലെക്സ് അല്ലെങ്കിൽ വിഗാർഡിൻ്റെ കേബിള്, ഹാവൽസ് അല്ലെങ്കിൽ ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസ്, അപ്പോൾ ജാഗൂർ അല്ലെങ്കിൽ ഗ്രോഹയുടെ സാനിറ്ററി ഫിറ്റിങ്സ്, സിറ അല്ലെങ്കിൽ ഹിൻഡ്വയറിൻ്റെ സാനിറ്ററി പ്രൊഡക്റ്റുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഫൈനലൈസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ. അപ്പോൾ ഈ മെറ്റീരിയലിനുള്ളൊരു ബ്രാൻഡുണ്ട് ഇന്ന് ഉണ്ട്. അപ്പോൾ ആ വിശ്വാസ്യത തന്നെയാണ് നമ്മുടെ
1 ഇയർ മെയിൻ്റനൻസിൻ്റെ ഇതും. ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ നല്ല വർക്ക്മാൻഷിപ്പിൽ ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 ഇയറിനകത്ത് നമുക്ക് ഒരു മെയിൻ്റനൻസും വരില്ല. 1 ഇയർ എന്നല്ല, 2 ഇയർ എന്നല്ല, 3 ഇയർ ആയി കഴിഞ്ഞാലും നമുക്ക് മെയിൻ്റനൻസ് 100%-ൽ 1% വരുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്കിൽ 100% കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് വി ആർ ഗിവിങ് ഇൻ 1 ഇയർ മെയിൻ്റനൻസ്. അത് ഇന്ന് വരെ ഇപ്പോൾ എത്രയോ പ്രൊജക്റ്റുകൾ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തു, ഒരു ആൾക്കും ഒരു കംപ്ലൈൻ്റ് ഉണ്ടാവാം. മീൻസ് ഹ്യൂമൺ ആണ്, ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. യെസ്, നമ്മളത് അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് റെക്ടിഫൈ ചെയ്ത് അവർക്ക് കൊടുക്കും. അതൊരു തലവേദനയല്ല, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അങ്ങനെ പറയില്ല. കാരണം അത് അവർക്ക് അവരുടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്കിൽ, വർക്ക്മാൻഷിപ്പിൽ അവർക്ക് അതിൻ്റെ പോരായ്മ ഉള്ളതുകൊണ്ടാണ് അവർ ആ വിശ്വാസത കൊടുക്കാത്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോൺഫിഡൻസ് ആണ് 100%. SPBയുടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, മറ്റു കൺസ്ട്രക്ഷൻ കമ്പനികളിൽ നിന്ന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ചെക്കപ്പ് ചെയ്യാനുള്ള ഒരു ലാബ് തന്നെയാണ്. ഒരു ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലും അത്തരത്തിലൊരു ലാബ് ഉള്ളതായിട്ട് എനിക്കറിയാം. അതായത് ഇന്നത്തെ ഇൻഡസ്ട്രിയിലെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് മെറ്റീരിയൽ വരെ ഇപ്പോൾ എല്ലാറ്റിലും മായമാണ് ഓട്ടോമാറ്റിക്കലി. ഇപ്പോൾ നമുക്ക് റിവർ സാൻഡ് കിട്ടാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ വി ആർ യൂസിങ് ഇൻ എം സാൻഡ്. അപ്പോൾ എം സാൻഡിലൊക്കെ ഒരുപാട് കലർപ്പുള്ള സാൻഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മുടെ ഡിവിഷനിൽ ഒരു ക്വാളിറ്റി ലാബ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ തരത്തിലല്ല, എന്നാൽ ഇപ്പോൾ ഒരു 20 mm അഗ്രികൾച്ചർ മെറ്റൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സൈസസ് ഒക്കെ കറക്റ്റാണോ, 20 mm എന്ന് പറഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് 20 mm കിട്ടുന്നുണ്ടോ നമുക്ക് എന്ന് ചെക്ക് ചെയ്യാനായിട്ട് സീവ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് പ്രോസസ്സിംഗ് ഉണ്ട്, അത് ചെയ്യുക. അതുപോലെ എം സാൻഡ് എന്നൊക്കെ പറയുന്ന ഒരു ബൾക്കേജ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യാനായിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ചെറിയ യൂണിറ്റ് ലാബാണ് നമ്മൾ തുടങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ കസ്റ്റമൈസ്, ഇപ്പം ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നമുക്കൊരു നല്ല പ്രൊഡക്റ്റ് എത്തിക്കുക. നാളെ ഒരാൾ SPB ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് പറയരുത് ഇത് മോശപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് എന്ന് പറയരുത്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് വെല്ലായി നമ്മൾ കീപ്പ് ചെയ്തിട്ട് മാത്രമേ നമ്മളത് ആ സൈറ്റുകളിലേക്ക് എത്തിക്കുകയുള്ളൂ. അങ്ങനെ എത്തിക്കാൻ പാടുന്നുള്ള ഒരു വിശ്വാസം, അതായത് അങ്ങനെ പാടുള്ളൂ നിർബന്ധമുള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. എല്ലാ പ്രൊഡക്റ്റുകളും, അതായത് ഇപ്പോൾ സിമൻ്റ് ആയാലും ശരി, മെറ്റലായാലും ശരി, എം സാൻഡ് ആയാലും ശരി, സ്റ്റീലായാലും ശരി, ഓൾ പ്രൊഡക്റ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അനാലിസിസ് ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റ് വേണ്ട കേട്ടോ, ഇതിൻ്റെ ഇത് കൂടുതലാണ്, ബൾക്കേജ് കൂടുതലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ സൈസ് കൂടുതലാണ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റണം. അപ്പോൾ ആ സപ്ലൈസിൽ നിന്ന് നമ്മൾ ഇനി എടുക്കണ്ട മെറ്റീരിയൽ എന്ന് പറയാം. അപ്പോൾ നല്ല പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുക, നല്ല പ്രൊഡക്റ്റ് കൊണ്ടൊരു നല്ല കൺസ്ട്രക്ഷൻ ചെയ്യുക, ഒരു ഗുഡ് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്ഥാപനത്തിൽ ഇന്നിപ്പോൾ SPBയുടെ പുതിയ മാർക്കറ്റിംഗ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഈ സ്ഥാപനത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ തന്നെ ഇവിടെ നല്ലൊരു കൂട്ടായ്മയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്റ്റാഫുകളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു കൂട്ടായ്മ തന്നെയല്ലേ ഈ ഒരു ഉയർച്ചയ്ക്ക് പിന്നിലുള്ളത്. അതിന് ശരിക്കും പറഞ്ഞാൽ അത് നമ്മളൊന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിന് ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞു വരാം. SPB സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 എംപ്ലോയീസ് ആണ് ഉണ്ടായിരുന്നത്. ഈ 3.5 വർഷം കഴിയുമ്പോൾ ആ 3 എംപ്ലോയീസ് എൻ്റെ കൂടെ ഇന്നുണ്ട്. 3 എംപ്ലോയീസിൽ നിന്നും 48 എംപ്ലോയീസായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമായി മാറിയപ്പോഴും ഈ ഓർഗനൈസേഷനിൽ നിന്നും ഒരാൾ പോലും നിർത്തിപ്പോയിട്ടില്ല. ഈ ഓർഗനൈസേഷന് തുടങ്ങിയതിന് ശേഷം ഈ ഓർഗനൈസേഷനിൽ വന്നിട്ടുള്ള സ്റ്റാഫുകൾ ആരും നിർത്തിപ്പോയിട്ടില്ല. 3 പേര് പോയിട്ടുണ്ട്, ഒരാൾ റീജോയിൻ ചെയ്തിട്ടുണ്ട് തിരിച്ച്. അതൊരു ഗൾഫിൽ പോകാനായിട്ട് അവർക്കൊരു നമ്മുടെ ഇൻഡസ്ട്രിയിൽ കൊടുക്കാൻ പറ്റുന്നതിനേക്കാൾ നല്ലൊരു പാക്കേജ് വന്നപ്പോൾ അവർ പോയി, അവർക്ക് അവിടെ വെൽ സെറ്റിൽ ആവാൻ പറ്റിയില്ല, അവർ തിരിച്ചു വന്നിട്ട് റീജോയിൻ ചെയ്തു. അപ്പോൾ ഇതിൽ ഞാൻ അത്യാവശ്യം അവരെ നല്ല രീതിയിൽ വഴക്ക് പറയുന്ന ഒരാളാണ്. എന്നിട്ട് പോലും അവർ എന്നോടൊപ്പം നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഒരു ജെന്യൂനിറ്റി ഉണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ അത് നേരെ മറിച്ച് എൻ്റെ ഒരു സ്റ്റാഫിൻ്റെ വർക്ക് ഞാൻ ചെയ്യുകയാണ്, ഒരു പ്രൊഡക്റ്റാണ്, ഒരു സ്റ്റാഫിനൊരു ഇൻഡിവിജ്വൽ വില്ലയാണ് ഞാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ അവരെ വഴക്ക് പറയും. അതാരും ആയിക്കോട്ടെ, അത് എൻ്റെ ഒരു തിയറിയാണത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇന്ന് നിൽക്കുന്ന എൻ്റെ എംപ്ലോയീസിനെല്ലാം അറിയാം. എൻ്റെ ഒരു നോട്ടം അവർക്കറിയാം, ഞാൻ എന്തിനാണ് അവരെ നോക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തോട്ട് അവർക്ക് അറിയാം അതെന്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് പറയുകയാണ്, നാളെ പോയിട്ട് കോയമ്പത്തൂർ ഒരു 25 വില്ല സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഞാൻ ഓർഡർ ചെയ്താൽ മാത്രം മതി. അത് പിന്നെ ഇങ്ങോട്ട് ചോദ്യമില്ല, അതെങ്ങനെ ചെയ്യണം, അതെങ്ങനെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം, എങ്ങനെ അവിടെ ഫൗണ്ടേഷൻ എടുക്കണം. അത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ രീതികളെല്ലാം അവർക്ക് ബൈഹാർട്ടാണ്. അപ്പം ഞാൻ പോയാൽ എന്തൊക്കെയാണ് ചെയ്യുക അതൊക്കെ അവർ ചെയ്യും. അതിലെന്തെങ്കിലും ഒരു സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ അവരെന്നെ വിളിക്കാറുള്ളൂ.
ഇത് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ സാറൊന്ന് അങ്ങോട്ട് വരണം, ഇതൊന്ന് ക്ലിയർ ചെയ്ത് തരണമെന്ന് പറയും, ചെയ്ത് കൊടുക്കും. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും SPB എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമില്ല. ഒരു വർഷം മന്ത്ലി മീറ്റിംഗ്, ഓരോ മാസം മന്ത്ലി മീറ്റിംഗ് നടത്തുമ്പോൾ അവരുടെ ബർത്ത്ഡേസ് നമ്മൾ ആഘോഷിക്കാറുണ്ട്. എല്ലാ എംപ്ലോയീസിൻ്റെയും ആ മന്ത്ലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ മന്തിലുള്ള എല്ലാവരുടെയും ബർത്ത്ഡേ ആഘോഷിച്ചിട്ടാണ് നമ്മൾ ആ മീറ്റിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അവർക്ക് വേണ്ട ഗിഫ്റ്റുകൾ, അവർക്ക് ടൈംലി കറക്റ്റ് ഇൻക്രിമെൻറ്റുകൾ, ഇതെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞൊരു ആനുവൽ മീറ്റിൻ്റെ ഒരു ഇതെടുത്ത് നോക്കണം. ബെസ്റ്റ് പെർഫോമർ അവാർഡ് കൊടുത്ത എഞ്ചിനീയർ പറഞ്ഞത് ശ്യാം സേതുമാധവൻ. പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ സ്വന്തം ഓർഗനൈസേഷനാണ് എന്ന് കരുതി വർക്ക് ചെയ്യുന്ന ഏക ഓർഗനൈസേഷൻ ഇതാണെന്നാണ് പറഞ്ഞത്. അതാണ് ആ കമൻറ്റ്. നല്ലൊരു അവാർഡ് തന്നെയല്ലേ. അതാണ് കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ കൊണ്ടും തല്ലി പറയിപ്പിക്കുന്നതല്ല. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും വഴക്ക് കേട്ടിട്ടുള്ള ഒരു എഞ്ചിനീയറാണ്. പക്ഷേ പുള്ളി പറയുന്നത് അത് കുഴപ്പമില്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിന്നും. അല്ലാതെ വെറുതെ അതല്ലാത്ത സമയത്ത് ഞാൻ വളരെ ഫ്രണ്ട്ലിയാണ്. എൻ്റെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിൽ എന്നെ വിളിക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഓഫീസ് ടൈമിൽ ഞാൻ വളരെ സ്ട്രിക്റ്റാണ്, എനിക്കത് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ SPBയുടെ പുതിയൊരു മാർക്കറ്റിംഗ് ഓഫീസ് തൃശ്ശൂരിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഭാവിയിലെ ഇനിയുള്ള പ്രൊജക്റ്റുകൾ, ഭാവി സ്വപ്നം എന്താണ്? ഭാവിയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നൊരു പ്രോജക്റ്റ് 275 വില്ല പ്രോജക്റ്റ് നമ്മൾ കോയമ്പത്തൂർ നെക്സ്റ്റ് മന്ത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. 255 ഇൻഡിവിജ്വൽ വില്ലാസ്, അഫോർഡബിൾ ഹോംസ് എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് നമ്മൾ മാറാൻ പോവുകയാണ്. അതാണ് ഇതിൻ്റെ ഹ്യൂജ് പ്രോജക്റ്റ്. പിന്നെ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നൊരു പ്രോജക്റ്റ് അയ്യന്തോൾ, നമ്മളിപ്പോൾ ഒരു 60,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആപ്റ്റ് ബിൽഡേഴ്സിൻ്റെ ഒരു ഫേസ് 1 ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫേസ് 2 ഒരു 30,000 സ്ക്വയർ ഫീറ്റ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. പിന്നെ അതുപോലെ തന്നെ ഷൊർണൂർ റോഡ്, തൃശ്ശൂർ ഷൊർണൂർ റോഡിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് G+4 20,000-ൻ്റെ ഒരു കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റും കൂടി നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകും. ഇത്രയും ലോഞ്ചിങ് പ്രൊജക്റ്റുകളാണ് ഈ വർഷം SPBക്കുള്ളത്. അതുപോലെ തന്നെ ഈ വർഷം ഒരു 10ഓളം പ്രൊജക്റ്റുകൾ ഇനി ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട് SPBക്ക്. അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിലാണ് എല്ലാം. അതെല്ലാം ടൈം ഷെഡ്യൂളിലാണ്. അതിനെക്കുറിച്ചൊന്നും SPBയെ കുറിച്ച് വറീഡല്ല. അതെല്ലാം കറക്റ്റ് ടൈം ഡെലിവർ ചെയ്യും എല്ലാ ക്ലയൻസും വളരെ സാറ്റിസ്ഫൈ ആണ്. അപ്പോൾ അടുത്തൊരു മേഖലയ്ക്ക് ഇനി കൈവയ്ക്കാനുള്ളതില്ല. ബിസിനസ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്യൂർലി എഞ്ചിനീയറിംഗ് യൂണിറ്റും ബിസിനസ് യൂണിറ്റും ഒന്നായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് ബിസിനസ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു BU എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ബിസിനസ് യൂണിറ്റിന് മാത്രമായിട്ടൊരു ഓഫീസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ വിഷനിലുള്ള കാര്യങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, വിഷൻ 2020 എന്ന് പറയുന്ന SPB വിഷൻ 2020 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനകത്താണ് അത് വന്നിട്ടുള്ളത്. അതുപോലെയാണ് ഈ SPBയുടെ മാർക്കറ്റിംഗ് യൂണിറ്റ്. നിർമ്മിതിയുടെ ഓരോ ഘട്ടത്തിലും മികച്ച ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു എന്നുള്ളത് തന്നെയാണ് SPBയെ വേറിട്ടതാക്കുന്നത്. സംതൃപ്തരായ ഉപഭോക്താക്കളുടെ ഒരു നീണ്ട നിര തന്നെയാണ് SPBയുടെ മികവും ശക്തിയും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലും വിദേശത്തുമടക്കം 50ഓളം പ്രൊജക്റ്റുകൾ കാലയളവിനുള്ളിൽ തന്നെ തീർക്കുവാൻ അവർക്ക് സാധിക്കുന്നത്. കെട്ടിട നിർമ്മാണ രംഗത്ത് ഏറ്റവും ഗുണനിലവാരമുള്ള സേവനങ്ങൾ നൽകുന്ന SPB 3 രാജ്യങ്ങളിലായി 3 സംസ്ഥാനങ്ങളിലായി 6 ബ്രാഞ്ചുകളായി വ്യാപിച്ചു കൊടുക്കുകയാണ്. കെട്ടിട നിർമ്മാണ രംഗത്തെ ഏറ്റവും ഗുണനിലവാരമുള്ള സേവനത്തിന് വിശ്വസ്തയോടെ ആർക്കും സമീപിക്കാവുന്ന തൃശ്ശൂരിലെ മികച്ച ഒരു സ്ഥാപനമാണ് SPB. SPB എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിലുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ ഫേമസ് ബിൽഡേഴ്സാണ്. ഏതൊരു ബിസിനസ് യൂണിറ്റ് വളരുമ്പോഴും അതിൻ്റെ കൂടെ മാനേജ് ചെയ്യപ്പെടുന്ന ഒരു കോൺസെപ്റ്റാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ നാട്ടിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരും, ബിസിനസ് യൂണിറ്റ്സ് വളരുമ്പോൾ. സോ SPB ഐ തിങ്ക് ഇസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ഇവിടെ ഇപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിംഗ് ഓഫീസിൻ്റെ. ഇനിയും ഒത്തിരി ഉയരങ്ങളിൽ SPB വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ബിസിനസ് ട്രാക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി എത്താം. നന്ദി, നമസ്കാരം.